കടുത്ത രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ചാത്തന്നൂർ. അവിടെ വലിയ തോതിലുള്ള മത്സരം BJP കാഴ്ചവെക്കുകയും ചെയ്യുന്നു. BJPയുടെ സ്ഥാനാർത്ഥി BB ഗോപകുമാർ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരും. വലിയ മത്സരമുണ്ട്. നമ്മൾ 2 തവണ 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. അപ്പോൾ ഇത്തവണ പിടിച്ചടക്കുമോ? ഉറപ്പായിട്ട്. ഞാൻ യുവസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. കൃത്യമായും PSC പരീക്ഷ നടക്കുന്നില്ല. PSC റാങ്ക് ലിസ്റ്റ് തന്നെ അട്ടിമറിക്കപ്പെടുന്നു. അർഹതയില്ലാത്തവരെ മറ്റു ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 1ാം റാങ്കുകാരനാക്കുന്ന അനുഭവമൊക്കെ ഇവരുടെ മുന്നിലുണ്ട്. ഇവരെല്ലാവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജനങ്ങളും 2 തവണ 2ാം സ്ഥാനത്തെത്തിച്ച ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം ഇത്തവണ 1ാം സ്ഥാനത്തെത്തിക്കണം. സ്വന്തം നാട്ടുകാരൻ ജയിക്കണം. ഞാൻ മറ്റൊരു പ്രാദേശികവാദം പറയല്ല. മറ്റ് 2 സ്ഥാനാർത്ഥികളും ഈ നിയമസഭാ മണ്ഡലത്തിന് പുറത്തുള്ളയാൾ. കഴിഞ്ഞ 15 വർഷവും ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉള്ളയാളാണ് MLA ആയിരുന്നത്. വീണ്ടും അങ്ങനെ തന്നെ ആകണം എന്ന് ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അവരുടെ മുന്നിലുണ്ട്. ഇടതുമുന്നണി പിണറായി സർക്കാരിനെതിരായുള്ള ജനവിധി, പിണറായി സർക്കാരിൻ്റെ എല്ലാ വികസിത വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്ന UDF, ഈ കൂട്ടുകെട്ടിനെതിരെ കേരളത്തിൻ്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുന്ന ഈ 2 മുന്നണികൾക്കുമെതിരായി ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരം, ഒരു ബദൽ ഭരണ സംവിധാനം നരേന്ദ്രമോദിയുടെ പ്രതിനിധി ഉണ്ടാവണം എന്ന് ചാത്തന്നൂർ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്താണെങ്കിലും 17,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അത് ബാക്കപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? പോൾ ചെയ്യുന്നതിൻ്റെ 50% വോട്ട് വാങ്ങി ഇത്തവണ ജയിക്കും. കഴിഞ്ഞ 2 തവണയും LDFും UDFിൻ്റെ ഒത്തുകളി നമ്മൾ കണ്ടതാണ്. കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം. നിയമസഭയ്ക്ക് ഒരു വോട്ടിംഗ് പാറ്റേൺ, ലോക്സഭയ്ക്ക് മറ്റൊരു വോട്ടിംഗ് പാറ്റേൺ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ മറ്റൊരു വോട്ടിംഗ് പാറ്റേൺ. ഇതിനെല്ലാം, ഈ കൂട്ടുകെട്ടിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പോൾ ചെയ്യുന്നതിൻ്റെ 50% വോട്ട് വാങ്ങി ഇത്തവണ NDA BJP ജയിപ്പിക്കുവാനുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. കഴിഞ്ഞ 3 തവണ ഇതേ മണ്ഡലത്തിൽ തന്നെയാണ്. ഇത് 3ാം തവണയാണ്. 2 തവണ ഉണ്ടായ ആ പരിചയം, ആ മുതൽക്കൂട്ട്, അതൊക്കെ ഇത്തവണ വോട്ടായി മാറുമല്ലോ. വോട്ടായി മാറ്റും. കൃത്യമായും അവർക്കറിയാം. നമ്മുടെ 2 തവണ അവർ 2ാം സ്ഥാനത്ത് എത്തിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ 2 സ്ഥാനാർത്ഥികളും ഈ നിയമസഭാ മണ്ഡലത്തിന് പുറത്തുള്ളവരാണ്. അപ്പോൾ സ്വന്തം നാട്ടുകാരൻ ജനപ്രതിയാകണം എന്ന് ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്.